നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കാം. സാധാരണ നമ്മൾ കുക്കറിലോ കടായിലോ ഒക്കെയാണല്ലേ ചിക്കൻ കറി വെക്കാറ്. ചട്ടിയിൽ വെക്കുന്നവരും കാണും. ഇത് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 3 ചെറിയ കഷ്ണം പട്ട, ഒരു 4 ഗ്രാമ്പു, ഒരു 2 ഏലക്ക, ഒരു തക്കോലം എന്നിവയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 20 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 കഷ്ണം ചെറിയ ഇഞ്ചി എന്നിവ ചേർത്ത് ഒന്നുകൂടെ മൂപ്പിക്കുക. അതിനുശേഷം 4 വലിയ സവോള സ്ലൈസായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ഒന്ന് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. സവോള എത്രത്തോളം കനം കുറച്ച് അരിയാവോ അത്രത്തോളം കനം കുറച്ച് അരിഞ്ഞാലേ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ മിനിറ്റ് കൂടുമ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ സവോളയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉള്ള സവോളയുടെ കളറാണ്. കണ്ടോ, നന്നായിട്ടൊക്കെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഏകദേശം നല്ല രീതിക്ക് തന്നെ സവോള വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ ടീസ്പൂണാണ് പറയുന്നത്, ടേബിൾ സ്പൂൺ അല്ല. ഒരു 5 ടീസ്പൂൺ ചിക്കൻ മസാല എന്നിവയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2 ഗ്ലാസ് വെള്ളം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അരപ്പ് നന്നായിട്ട് തിളച്ച് കുറച്ചൊന്ന് വറ്റി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒരു 10-15 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് വരണ്ട് വരാൻ. ഇപ്പോൾ കണ്ട നല്ല രീതിക്ക് വറ്റി, വെള്ളമൊക്കെ വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ പീസ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മൂടി തുറന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതൊന്ന് തുറന്ന് വെച്ച് തന്നെ കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. ഒരു 10 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിയുമ്പോൾ തന്നെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വരും. ഇനി ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നന്നായിട്ടൊന്ന് കുക്കായി വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വരട്ടെ. 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊക്കെ വറ്റി വരും. ഇപ്പോൾ കണ്ടോ, നല്ല രീതിക്ക് തന്നെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഈ കറി ശരിക്കും രാവിലെ വെക്കുവാണെങ്കിൽ വൈകുന്നേരം എടുക്കുന്നതായിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ്. ഇനി രാത്രിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കറിവേപ്പിലയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലത്തെയാണ്. ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.